അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയങ്ങളും അതിനെ ചൊല്ലി അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്ന വൈരുദ്ധ്യങ്ങളും പാശ്ചാത്യ രാഷ്ട്രീയ ലോകത്ത് വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായികളെയും തീവ്ര പിന്തുണലുകാരെയും പോലും വല്ലാതെ അസ്വസ്ഥരാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളെയും നയതന്ത്ര നീക്കങ്ങളെയും അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഡൊണാൾഡ് ട്രംപിന് കടുത്ത ഭാഷയിൽ ശാസിക്കേണ്ടി വന്നു എന്ന വെളിപ്പെടുത്തൽ ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് നടത്തിയ പുതിയൊരു വെളിപ്പെടുത്തൽ ഇറാൻ വിഷയത്തിൽ ട്രംപ് ഭരണകൂടം നേരിടുന്ന രഹസ്യാന്വേഷണ പരാജയങ്ങളിലേക്കും നയപരമായ ആശയക്കുഴപ്പങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ ആയത്തുള്ള മുജ്തബ ഖമേനി തികച്ചും ആരോഗ്യവാനായി ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം തന്റെ സൈനിക നേതൃത്വവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ട് നിർണായക നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നുമാണ് റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരായ റിഫാദ് ജാവേദ് ഇതിനെക്കുറിച്ച് നടത്തുന്ന വിശകലനങ്ങൾ ട്രംപിന്റെ പരസ്യ പ്രസ്താവനകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള കടുത്ത വൈരുദ്ധ്യങ്ങളെ പൂർണ്ണമായി തുറന്നു കാട്ടുന്നു. ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഇറാനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച പൊതുചിത്രമാണ് റൂബിയോയുടെ ഈ ഒരൊറ്റ പ്രസ്താവനയോടെ തകർന്നടിഞ്ഞിരിക്കുന്നത്. ഇറാൻ ഭരണകൂടം പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണെന്നും അവരുടെ നേതൃത്വം നിഷ്പ്രഭമാണെന്നുമാണ് ട്രംപ് നിരന്തരം വാദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ട്രംപിന്റെ സ്വന്തം വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇതിനു വിരുദ്ധമായ യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോൾ അത് വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക നിലപാടുകളുടെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി അധികാരം ഏറ്റെടുത്തതോടെ ഇറാനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പാശ്ചാത്യ ലോകം കരുതിയിരുന്നത്. പുതിയ നേതാവ് ദുർബലനായിരിക്കുമെന്നും അദ്ദേഹത്തിന് സൈന്യത്തിന് മേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകില്ലെന്നുമുള്ള കണക്കുകൂട്ടലിലാണ് ട്രംപ് ഭരണകൂടം തങ്ങളുടെ നയങ്ങൾ രൂപീകരിച്ചത്. എന്നാൽ മുജ്തബ ഖമേനി അങ്ങേയറ്റം സജീവമായി സൈനിക കമാൻഡർമാരുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന വിവരം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇറാൻ സൈന്യം തങ്ങളുടെ മിസൈൽ ഡ്രോൺ സാങ്കേതിക വിദ്യകളും പ്രാദേശിക സഖ്യകക്ഷികളായ ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ സംഘടനകളെയും കൂടുതൽ ശക്തമായി ഏകോപിപ്പിക്കുന്നത് പുതിയ നേതാവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഇറാൻ ഭയന്ന് പിന്മാറുകയാണെന്ന രീതിയിലുള്ള പ്രചാരണമാണ് ട്രംപ് നടത്തി വന്നത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ട്രംപിന്റെ ഇത്തരം അവകാശവാദങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്നാണ് റിഫാദ് ജാവേദ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഉപരിയായി ട്രംപ് ഭരണകൂടത്തെ ഉലയ്ക്കുന്നത് ഇസ്രയേലുമായി രൂപപ്പെട്ടിരിക്കുന്ന ആഭ്യന്തര ഭിന്നതകളാണ്. മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ സമാധാന കരാർ ഉണ്ടാക്കി സ്വന്തം പേരിൽ ചരിത്രം കുറിക്കാൻ ട്രംപ് ആഗ്രഹിക്കുമ്പോൾ നെതന്യാഹുവിന്റെ കടുംപിടുത്തങ്ങൾ അതിന് വലിയ തടസ്സമായി മാറുന്നു. ഇസ്രയേൽ നടത്തുന്ന ഏകപക്ഷീയമായ സൈനിക മുന്നേറ്റങ്ങൾ ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളുടെ വഴി പൂർണ്ണമായി അടയ്ക്കുകയാണെന്ന് ട്രംപ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് നെതന്യാഹുവിനെ ഫോണിലൂടെ കടുത്ത ഭാഷയിൽ ശാസിക്കാൻ ട്രംപ് മുതിർന്നത്. സമാധാന പ്രക്രിയയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്ന കർക്കശ നിർദ്ദേശമാണ് ട്രംപ് നൽകിയത്. പരസ്യമായി ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സംരക്ഷകനായി സ്വയം പ്രഖ്യാപിക്കുന്ന ട്രംപിന് അടച്ചിട്ട മുറിക്കുള്ളിൽ നെതന്യാഹുവിനെ നിയന്ത്രിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ നയതന്ത്ര പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ വിഷയത്തിൽ ട്രംപിന്റെ മുൻപോട്ടുള്ള യാത്ര അത്ര എളുപ്പമാകില്ലെന്നാണ് വിദേശ നയ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഉപരോധങ്ങൾ കടുപ്പിച്ചുകൊണ്ട് ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കാമെന്ന ട്രംപിന്റെ തന്ത്രം പാളുന്ന കാഴ്ചയാണ് കാണുന്നത്. പുതിയ ആയത്തുള്ളയുടെ കീഴിൽ രാജ്യം കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ തന്ത്രങ്ങൾ പൂർണ്ണമായി തിരുത്തി എഴുതേണ്ടി വരും. അമേരിക്കൻ ജനതയ്ക്ക് മുൻപിൽ ട്രംപ് പറയുന്ന വാക്കുകളും മിഡിൽ ഈസ്റ്റിലെ യഥാർത്ഥ സാഹചര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് റിഫാദ് ജാവേദിന്റെ വിശകലനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ സൈനിക ശേഷി നിലനിർത്താനും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ഇറാൻ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്. ഇത് ട്രംപിന്റെ ഉപരോധ രാഷ്ട്രീയത്തിന്റെ പരാജയത്തെയാണ് കാണിക്കുന്നത്. മാർക്കോ റൂബിയോ സെനറ്റിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ വൈറ്റ് ഹൌസിനുള്ളിലെ ആഭ്യന്തര ഭിന്നതകളെയും പുറത്തു കൊണ്ടുവരുന്നു. ട്രംപ് പറയുന്ന രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ വിദേശകാര്യ മന്ത്രാലയം നിർബന്ധിതരാകുന്നത്
നയരൂപീകരണത്തിലെ ഏകോപനമില്ലായ്മ കാരണമാണ്. സ്വന്തം ടീമിലെ പ്രമുഖ നേതാക്കൾ തന്നെ പ്രസിഡന്റിന്റെ വാദങ്ങളെ തള്ളിക്കളയുന്ന അവസ്ഥയാണത്. ഈ പുതിയ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രവചനാതീതമായ സ്വഭാവവും കൃത്യമല്ലാത്ത നയങ്ങളും മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ വഷളാക്കുമോ എന്നാണ് യൂറോപ്യൻ യൂണിയൻ ഭയപ്പെടുന്നത്. വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു പങ്കാളിയല്ല അമേരിക്ക എന്ന ചിന്ത പൊതുവെ ശക്തിപ്പെടാൻ ഇത് കാരണമാകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഭരണകൂടത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ആശയക്കുഴപ്പങ്ങൾ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പ്രാദേശിക സ്വാധീനം ഉറപ്പിക്കാനായിരിക്കും മോസ്കോയുടെയും ബെയ്ജിങ്ങിന്റെയും പിന്തുണയോടെ ഇറാൻ ഇനി ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ ട്രംപിന് സ്വന്തം പാർട്ടിയിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഈ നയവൈരുദ്ധ്യങ്ങളുടെ പേരിൽ കടുത്ത ചോദ്യങ്ങളെ നേരിടേണ്ടി വരും. യുദ്ധം ഒഴിവാക്കുമെന്നും സമാധാനം കൊണ്ടുവരുമെന്നും പറഞ്ഞ് അധികാരത്തിലേറിയ ട്രംപ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന വിമർശനം ശക്തമാണ്. ആയത്തുള്ള മുജ്തബ ഖമേനിയുടെ സാന്നിധ്യവും ഇസ്രയേലിന്റെ കടും പിടുത്തങ്ങളും ട്രംപിന്റെ നയതന്ത്ര മോഹങ്ങൾക്ക് വലിയൊരു മതിൽക്കെട്ടായി നിലകൊള്ളുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ തന്ത്രങ്ങൾ സ്വന്തം അണികളിൽ പോലും അവിശ്വാസം ജനിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. പരസ്യമായ പ്രഖ്യാപനങ്ങളും രഹസ്യമായ ശാസനകളും തമ്മിലുള്ള അന്തരം ട്രംപിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കും. റിഫാദ് ജാവേദ് ചൂണ്ടിക്കാണിച്ചതുപോലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങളെ വെറും തമ്പനയിൽ തലക്കെട്ടുകൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ മറച്ചുവെക്കാൻ കഴിയില്ലെന്ന വലിയൊരു സത്യമാണ് വാഷിംഗ്ടണിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്.